തമ്പനയിലിൽ നിങ്ങൾ കണ്ടത് ഒരു ക്ലിക്ക് ബൈറ്റ് അല്ല. ഹലോ മങ്സ്, വെൽക്കം ടു കിട്ടോമങ്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വലിയൊരു എയർ ഡ്രോപ്പ് കൊടുത്ത ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു കൈറ്റോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഓൾറെഡി ഒരു 3-4 മാസമായിട്ട് ഒത്തിരി അധികം പ്ലാറ്റ്ഫോംസിൽ നല്ല അധികം എയർ ഡ്രോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് കൈറ്റോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് കുറേ പേര് ഈ കൈറ്റോയ്ക്കെതിരാണ്, ബൈനാൻസ് ആൽഫയ്ക്കെതിരാണ്. ഇതിങ്ങനെ പാരലലായിട്ട് എയർ ഡ്രോപ്പിൻ്റെ ഒപ്പം ടെസ്റ്റ്നെറ്റിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. അതായത് നമ്മളെതിരായിരിക്കാം. ഓക്കെ, എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ കൈറ്റോയ്ക്ക് എതിരാണ്. ഓക്കെ, കൈറ്റോ ചെയ്യുന്നവർ അവർ നമ്മുടെ അലോക്കേഷൻ എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, ബൈനാൻസ് ആൽഫ അവർ നമ്മളെ അലോക്കേഷൻ എടുത്തിട്ട് പോകുന്നു. ഇത് നമ്മളിവിടെ കിടന്ന് ഒച്ചയെടുത്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ടോ? ഇല്ല. നമ്മളെവിടെ ഇരുന്നാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഒരു ചെറിയ സ്പേസിലായിരിക്കും നമ്മൾ ഇത്ര അധികം ഷോട്ട് ചെയ്യുന്നത്. ഒത്തിരി അധികം ഇൻഫ്ലുവൻസേഴ്സ് ഓൾറെഡി ബൈനാൻസ് ആൽഫയ്ക്കെതിരെ ഒത്തിരി സംസാരിച്ചു. പക്ഷേ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. കാരണം അവർക്ക് നല്ല റവന്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൈറ്റോ ഐക്കെതിരെ കുറേ പേര് സംസാരിച്ചു. കൈറ്റോ നിർത്തണം, സ്റ്റോപ്പ് ആകുന്ന കുറേ സംസാരിച്ചു. നിർത്തുന്നുണ്ടോ? ഇല്ല. ഒരുപാട് പ്രൊജക്റ്റുകൾ വീണ്ടും വീണ്ടും ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യേണ്ട ഏക ഒരു കാര്യം എന്താണ്? ഗോ വിത്ത് എ ട്രെൻഡ്. അല്ലാതെ നിങ്ങൾ അതിന് ഓപ്പോസിറ്റായി ചിന്തിച്ച് ഞാൻ കൈറ്റോയ്ക്കെതിരാണ്, ഞാൻ ഒരിക്കലും കൈറ്റോയിൽ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ കൈറ്റോയിൽ യാപ്പ് ചെയ്ത് ഞാൻ ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക, നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് എത്തുക എന്നുള്ളതാണ് ആകെയുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യം. ഈ കഴിഞ്ഞ ന്യൂട്ടൺ എയർ ഡ്രോപ്പ് കിട്ടിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. വെറും 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ഇരുന്ന് ഈ ആപ്പ് ചെയ്ത് ന്യൂട്ടൺ എയർ ഡ്രോപ്പ് അതാണ്, ന്യൂട്ടൺ എയർ ഡ്രോപ്പിൻ്റെ കുറേ ഫീച്ചേഴ്സ്, ടീമിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് യാപ്പ് ചെയ്ത് അവർക്ക് ഏൺ ചെയ്തത് $15,000-16,000. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1-2 മാസം കൊണ്ട് 15 ലക്ഷം രൂപയൊക്കെ വെറുതെ ഇരുന്ന് പോസ്റ്റ് ഇട്ട് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? അല്ല. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു 80% ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് കൈറ്റോ യൂസ് ചെയ്യുക, എന്താണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഗുണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് എന്ത് വേണം? നമുക്ക് ഒരു എക്സ് പ്രൊഫൈൽ വേണം. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി എക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അവിടെ പോയി കാണുക, എക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു എക്സ് അക്കൗണ്ടാണ്. ഈ എക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു പേര്, അതായത് നമ്മുടെ പേരുകളൊക്കെ അറിയാം, ചിലപ്പോൾ അരുൺ, അഖിൽ അങ്ങനെയുള്ള പേരുകളായിരിക്കും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പേരിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പേരുകൾ നിങ്ങൾ ChatGPT ഗ്രോക്കോ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് ചെയ്യുക. കുറച്ച്, അതായത് പെട്ടെന്ന് പറയാൻ പറ്റുന്നതും ഒരാൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ പറ്റുന്ന പേരുകൾ. അതായത് ഇപ്പോൾ അഖിൽ മാരാർ എന്നൊരു പേരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ സെർച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഫോറിനേഴ്സിന് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല വരും. ഇൻ കേസ് നിങ്ങൾ കുറച്ച് വലിയൊരു ആളായി പൊന്തി പോയെങ്കിൽ ചിലപ്പോൾ ഫോറിനേഴ്സിന് കിട്ടില്ല വരും. അപ്പോൾ പെട്ടെന്ന് ഐ ക്യാച്ച് ആയ പേരുകൾ നമ്മൾ ഈ നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ ഇപ്പോൾ റൊണാൾഡോ, CR7 അങ്ങനത്തെ പേരുകളെ കുറിച്ച് മാറ്റിയിട്ട് ക്രിപ്റ്റോ റിലേറ്റഡ് ആയ കുറച്ച് പേരുകൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ യൂസറിന് ഐഡിയ ആയിട്ട് ഇടുക. അതെവിടെയാണ് ഇടുക? നമ്മളിവിടെ മോർ പോയിട്ട് എന്ത് ചെയ്യുക? നമ്മളിവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക? അക്കൗണ്ട് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ യൂസർ ID മാറ്റാം. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിലെ പേര് മാറ്റുന്നത് എവിടെയാണ്? ഇതാണ് ഈ ക്രിപ്റ്റോ മങ്കിന് ഇവിടെ ഇതില്ലേ, ഇത് മാറ്റുന്നത് എവിടെയാണ്? ഇവിടെ എഡിറ്റ് പ്രൊഫൈലാണ്. ID മാറ്റുന്നത് എവിടെയാണ്? ഞാൻ പറഞ്ഞത് ഈ IDയും പ്രൊഫൈൽ നെയിമും സെയിം ആക്കാം. പിന്നീട് നല്ലൊരു ബയോ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് വളരെ നല്ല ബയോ എന്നല്ല പറഞ്ഞ്, പക്ഷേ ഇതിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ പ്രൊഫൈൽ ഇതൊക്കെ നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? നല്ലൊരു ബയോ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു അക്കൗണ്ടിനേക്കാളും ഏറ്റവും നന്നായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പഴയ അക്കൗണ്ടുകളാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഡ്രോപ്പ് ചെയ്ത കുറേ ആൾക്കാർ എക്സ് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയാണ്. അവരിപ്പോൾ ആക്റ്റീവ് അല്ലായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു കൊല്ലെങ്കിലും പഴക്കമുള്ള അക്കൗണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയ പോസ്റ്റുകളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ആരും നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കുക. ഇല്ല, നിങ്ങൾക്കൊരു പുതിയ അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ട് തുടങ്ങാം. പക്ഷേ ഇച്ചിരി സമയം എടുക്കും. നിങ്ങൾക്ക് ഗ്രാജുവലായിട്ട് വളർന്നു വരേണ്ടി വരും. കാരണം കൈറ്റോ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ, വളരെ ബ്രില്യൻറ്റ് ഐഡിയ ആയ, നല്ല വലിയ ഡെവലപ്പേഴ്സ് ഉള്ള, അത്രയധികം ടെക്നോളജി റിലേറ്റഡ് ആയ ഒരു അൽഗോരിതമാണ് കൈറ്റോയുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് അതിനെ ക്രാക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ വെറുതെ കിടന്ന് LFG എന്ന് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ കൈറ്റോയിൽ എനിക്ക് കുറേ പോയിന്റ് കിട്ടും, ലീഡർ ബോർഡിൽ കയറി പറ്റാന്നുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ ഞാൻ പറയാം എന്ന് വെച്ചുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എന്ത് ചെയ്യുക? പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് ത്രൂ ഓക്കെ ഇന്നൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇത് അയാളുടെ അക്കൗണ്ട് ആണല്ലോ എന്നൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ക്യാരക്ടർ, ഇപ്പം മങ്കി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വല്ല പെങ്കിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പാണ്ടയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ ആ ക്യാരക്ടറിന് റിലേറ്റ് ചെയ്ത് ഒരു പേരും ഇടാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു മാസ്കറ്റ്, ഇതിന് മാസ്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലെ ഒരു മാസ്കറ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രോക്കോ ChatGPT വെച്ചിട്ട് എന്ത് ചെയ്യുക? ഉണ്ടാക്കാനായിട്ട് നോക്കുക.
ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗൂഗിളിന്റെ AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റാണ്. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാത്ത ഒരു സൈറ്റാണ് ഗൂഗിളിന്റെ AI സ്റ്റുഡിയോ എന്നത്. അപ്പോൾ ഇവിടെ വരിക, നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെൻഡ് ചെയ്യുക. ഈ ഇമേജൻ എന്ന് പറഞ്ഞൊരു മോഡൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാം. വളരെ ഫാസ്റ്റ് ആണ്. വെറും ഒരു 10-20 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഇമേജ് എന്ത് ചെയ്യും ഇവിടെ ജനറേറ്റ് ആയി വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ 3-4 മോഡലുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. ഈ മറ്റേ പ്രിവ്യൂ ആയിട്ട് ഇമാജിൻ 4, ഇമാജിൻ 4 അൾട്ര ഒക്കെ ഉണ്ട്. ഞാൻ അൾട്ര യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള ഇമേജ്, അതുപോലെ നല്ല അടിപൊളി എന്താ പറയുക ക്രിസ്പ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഇമേജിൻ 4 യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുക. ഡെയിലി ലിമിറ്റ് ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10-20 ഇമേജ് 30 ഇമേജ് ഒക്കെ എന്ത് ചെയ്യാം, ഓരോ മോഡൽ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓരോ മോഡൽ ട്രൈ ചെയ്യുക. ആദ്യം ChatGPT വഴി നല്ല പ്രോംപ്റ്റ് ഉണ്ടാക്കുക. ആ പ്രോംപ്റ്റ് ഇവിടെ കൊണ്ട് കൊടുക്കുക. അല്ലാതെ ക്രിയേറ്റ് ചെയ്യാൻ മങ്കി എന്ന് പറഞ്ഞ് കൊടുക്കാതെ ആ പ്രോംപ്റ്റ് ഇവിടെ കൊണ്ടുകൊടുക്കുക. നല്ലൊരു മാസ്കറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരാൾ വന്ന് നോക്കും നിങ്ങളുടെ പ്രൊഫൈൽ, ഇതെൻ്റെ പ്രൊഫൈൽ അടിപൊളിയാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇതുപോലത്തെ കുറച്ച് അട്രാക്റ്റീവായ പ്രൊഫൈലോ കാണാൻ എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ള പോലത്തെ ഒരു പ്രൊഫൈൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതെൻ്റെ ഒരു പഴയ അക്കൗണ്ടാണ്. അത് ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ക്രിപ്റ്റോയിലൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിരുന്ന സമയത്താണ്. എനിക്ക് അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് 2022 ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങിയത്. അപ്പോൾ അന്ന് ചെയ്തിട്ടുണ്ടാകുന്ന കുറച്ച് പ്രോജക്റ്റുകളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഈ അക്കൗണ്ടാണ് എന്ത് യൂസ് ചെയ്യാനായിട്ട്, കൈറ്റോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എക്സിൻ്റെ പ്രൊഫൈലിൻ്റെ കേസ്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, പ്രീമിയം അക്കൗണ്ട് ഉണ്ട്. പ്രീമിയം അക്കൗണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീമിയം മേടിച്ചോളാനേ പറയുള്ളൂ. നിങ്ങൾ ടെലഗ്രാം മറ്റുള്ള പ്ലാറ്റ്ഫോം മേടിക്കുന്ന നല്ലത്. ഇതിൽ മന്ത്ലി നിങ്ങളിപ്പോൾ ഒരു 3-4 മാസം കയറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 6 മാസം നിങ്ങൾ എന്ത് ചെയ്യുക, കയറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഏണിംഗ് ഉണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം പ്ലാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുള്ളൂ. ഈ പ്ലാനിൽ നിങ്ങൾക്ക് വെരിഫൈഡ് ബാഡ്ജ് ഉണ്ടാവില്ല, അതുപോലെ അത്ര ബൂസ്റ്റ് ഒന്നും അത്ര കിട്ടില്ല. പക്ഷേ ഈ ഒരു പ്ലാനിൽ അത്യാവശ്യം നല്ല ബൂസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രീമിയം അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കമ്പൽസറി അല്ല, എടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഇത് എടുക്കാത്ത കുറേ പേര് എന്തുണ്ട്, ഈ ആപ്പിൽ ഇടപോലെ കയറി വരുന്നുണ്ട്. ബട്ട് ഈ ഒരു അക്കൗണ്ട് നിങ്ങളുടെ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീമിയം എടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് എക്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് ആകെ ഡിസൈഡ് ചെയ്യാനുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് കൈറ്റോ എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് കൈറ്റോയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, apps.kaito.ai എന്നൊക്കെ വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഓതറൈസ് ചെയ്യുക. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ചെക്കിങ് ദാറ്റ് യു ആർ എ ഹ്യൂമൻ എന്ന് പറഞ്ഞ പാട്ട് എന്ത് ചെയ്യും, കുറേ പ്രാവശ്യം ഫെയിൽ ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബ്രൗസർ ഒന്ന് മാറ്റി നോക്കുക. ചിലപ്പോൾ മൊബൈലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പ്രൊഫൈൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം ഓതറൈസ് ആപ്പ് കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബിക്കം എ ആപ്പർ എന്ന് കൊടുക്കാം. അതിനുശേഷം സ്റ്റാർട്ട് ആപ്പിങ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് ക്രോപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. അത് എക്സിൽ ഷെയർ ചെയ്യാനുള്ള ഒരു ഇമേജാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്, ഞാൻ ഇന്ന് ഈ ആപ്പ് തുടങ്ങാന്നുള്ള ഒരു ഇമേജ് വേണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. അപ്പോൾ ഇവിടെയുള്ള ഓരോ ടേമുകളും അല്ലെങ്കിൽ ഓരോ വാക്കുകളും എന്തൊക്കെയാണെന്ന് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അതിന് മുന്നേ തന്നെ എന്താണ് കൈറ്റോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് ഒരുപാട് ഗൈഡുകൾ നമ്മൾ എന്താണ് നെറ്റിലൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിലും ഒരുപാട് ഗൈഡുകൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് കൈറ്റോ എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടിയ റിവാർഡുകളൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഈ പുള്ളിക്ക് എഴുതിച്ചിട്ടുണ്ട് $6000 ഞാൻ കൈറ്റോ ആപ്പ് തുടങ്ങിയപ്പോൾ കിട്ടിയത്. അതായത് ഒരു 6 ലക്ഷം രൂപകളുടെ അടുത്ത് എന്തുണ്ട് ഇപ്പോൾ കൈറ്റോ ആപ്പ് ചെയ്ത്, അതായത് പോസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എമർജിങ് സിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് ഫോളോവേഴ്സ് എന്നൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ സ്മാർട്ട് ഫോളോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് ആൾക്കാരുകൾ CT അക്കൗണ്ട്, അതായത് ക്രിപ്റ്റോ ട്വിറ്റർ അക്കൗണ്ട് എന്നാണ് പറയാം. അപ്പോൾ അങ്ങനത്തെ അക്കൗണ്ട് ടാഗുള്ള ആൾക്കാരുകളൊക്കെ എന്ത് ചെയ്യും, അവരുടെ കണക്ഷനുള്ള ആൾക്കാരുകളൊക്കെ ഉള്ള ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു ചെയിനാണ് നമ്മളെന്ന് പറയുന്നത് സ്മാർട്ട് ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു സ്മാർട്ട് ഫോളോവർ, 2 സ്മാർട്ട് ഫോളോവർ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ എന്ത് പറ്റും, നമുക്കിവിടെ ഈ ആപ്പിൾ ലീഡർ ബോർഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, CT ലീഡർ ബോർഡിലേക്ക് പോകാം. പല വിധത്തിൽ പോയിട്ട് ഇവരെ അക്കൗണ്ട് കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇവരൊക്കെ അക്കൗണ്ട് ഉണ്ടില്ലേ, ഇതൊക്കെയാണ് എന്ത്, ഇവരൊക്കെ സ്മാർട്ട് ഫോളോവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവരൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇവർ നമ്മളെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്പ് ഗെയിമിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഓരോ പൊസിഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഇവരെയൊക്കെ സ്മാർട്ട് ഫോളോവറായിട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇപ്പോഴേ തന്നെ അവരുടെ ഓരോ പോസ്റ്റിലൊക്കെ പോയിട്ട് ഫോളോ ബാക്ക് ചെയ്യുക, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇടേണ്ടി വരും. പക്ഷെ അത് സ്പാം ചെയ്യരുത്. നിങ്ങളുടെ അക്കൗണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയ അക്കൗണ്ട് ആണെങ്കിൽ ഈസി ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും പോകും. നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാട് പോസ്റ്റുകളൊന്നും ഇല്ല, നല്ല രീതിയിലുള്ള പോസ്റ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് ഫോളോ ബാക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ നടക്കില്ല. അങ്ങനത്തെ ഒരു ഗെയിം അല്ല നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പൊട്ടന്മാരൊന്നല്ല ഈ കൈറ്റോ ആപ്സ് ഉണ്ടാക്കി വെച്ചത്, നല്ല തലമുള്ളവരാണ്. സോ അങ്ങനത്തെ പോസ്റ്റുകൾ അതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവർ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടും. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ആപ്പ് ചെയ്തിട്ട് ആ അക്കൗണ്ട് ആപ്പ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഒരിക്കലും പെടരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ
എങ്ങനെ പെടാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ നല്ല അക്കൗണ്ട് നോക്കുക. ചെറിയ ചെറിയ വലിയ അക്കൗണ്ട് 14,400K ഒക്കെ ഉള്ള ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഫോളോ ചെയ്യാനൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ഫോളോ ചെയ്യില്ല. അപ്പോൾ ചെറിയ ചെറിയ അക്കൗണ്ടുകളുണ്ട്, സ്മാർട്ട് അക്കൗണ്ട്. ഞാൻ കുറച്ച് അക്കൗണ്ടുകൾ കൊടുക്കാം നമ്മുടെ ഈ പോസ്റ്റിനൊപ്പം. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യാം, ഞാൻ കുറച്ച് അക്കൗണ്ടുകൾ എന്ത് ചെയ്യാം ഇവിടെ പോസ്റ്റ് ചെയ്യാം ഈ പോസ്റ്റിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പോസ്റ്റ്, നിങ്ങൾ കുറച്ച് പോസ്റ്റുകളൊക്കെ ഇട്ട് നിങ്ങളുടെ അക്കൗണ്ട് സെറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അവരുടെ പോസ്റ്റിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫോളോ ബാക്ക് ചെയ്യുക. എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ ഫോളോ ബാക്ക് ചെയ്യുന്നൊന്നും വിടരുത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കൺസിഡർ ഫോളോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു പൊളൈറ്റ് രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ എന്ത് ചെയ്യുക, കോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടാവും അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, പെട്ടെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ റെക്കഗ്നേഷൻ കിട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ കയറി പറ്റാം. ലീഡർ ബോർഡിൽ കയറി പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് സ്മാർട്ട് ഫോളോവർ എന്താണെന്ന് മനസ്സിലാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചോദിക്കുക, ഞാൻ അത്യാവശ്യം ക്ലിയർ തന്നുണ്ട്. എമർജിങ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ, അതായത് ഒരു സ്മാർട്ട് ഫോളോവർ അല്ല, ഞാനൊരു ക്രിപ്റ്റോ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ ട്വിറ്റർ അക്കൗണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് മാറിക്കോളും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ഇവിടെ വാലറ്റ്സ് കണക്ട് ചെയ്യാം, നിങ്ങളുടെ ഇമെയിലൂടെ കണക്ട് ചെയ്യാം. ഇനിയുള്ളത് നമുക്ക് ടോട്ടലി ആപ്സ് ആണ്. ഈ ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും, നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ ആപ്സ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. ഇവർ അൽഗോരിതം വെച്ച് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഇത് മാറിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ആപ്സ് ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ എപ്പോഴും പോയിട്ട് ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് മാത്രം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്രിപ്റ്റോനെ കുറിച്ച് എന്തിട്ടാലും, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അല്ലിട്ടുണ്ടാവുക. ഇന്നലെ ഇവിടെ കിടക്കണാണ്ട് വിറ്റാലിക് ബ്യൂട്ടന്, നമ്മുടെ എതീറത്തിൻ്റെ ഫൗണ്ടർ കിടക്കണമെന്നോ, ആളി കൈറ്റോലേക്ക് ഹാപ്പി ആയിരിക്കുന്നോ അല്ല. ക്രിപ്റ്റോനെ കുറിച്ച് നല്ല രീതിയിലൊക്കെ ഡിസ്കഷൻ വരുത്തുക. നിങ്ങളുടെ അക്കൗണ്ടിൽ അതുപോലത്തെ കുറേ ഡിസ്കഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആപ്പർ ലീഡർ ബോർഡിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ യാപ്പർ പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താൽ മാത്രമല്ല, ക്രിപ്റ്റോ റിലേറ്റഡ് കണ്ടന്റ്സ് കൂടി എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഏൺ ചെയ്യുന്ന അതിന് ആ ഒരു സിസ്റ്റത്തിന്, അതായത് നിങ്ങളുടെ അക്കൗണ്ട് അവർ ഫൈൻഡ് ചെയ്ത്, നിങ്ങളുടെ കൈറ്റോ ഫൈൻഡ് ചെയ്ത്, ഓക്കെ നിങ്ങളുടെ അക്കൗണ്ട് നല്ല റെലവൻ്റ് ആയിട്ട് നല്ല പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന് തരുന്ന ഒരു റിവാർഡ്, ഒരു പോയിന്റ് സിസ്റ്റമാണ് എന്ത് ഈ ആപ്സ് പറയുന്നത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പോസ്റ്റ് ഇടുന്ന വരും, നിങ്ങൾക്ക് ഈ ആപ്സ് കിട്ടും. അതുപോലെ റെഫറൽ വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും, പോസ്റ്റ് കിട്ടും. പക്ഷേ റെഫറൽ വഴി പോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട്, അതും കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കൈറ്റോടെ ലിങ്ക് ഞാൻ പോസ്റ്റിനൊപ്പം കൊടുക്കും ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സ്മാർട്ട് ഫോളോവർ ആണെങ്കിൽ എനിക്കും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ സ്മാർട്ട് ഫോളോവറായിട്ട് ഇത് 7,000 ആൾക്കാരുണ്ട്. ഇത് ഇവർക്ക് ഏൺ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ പണ്ടേ തൊട്ട് എന്ത് ചെയ്യും, ക്രിപ്റ്റോയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയായിരിക്കും എന്ത് ഉണ്ടാവുക, ഇവർക്ക് മുന്നേ തൊട്ട ആൾക്കാരാണ് എന്തുണ്ട് ഈ കാണുന്ന സ്മാർട്ട് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോളോവേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇവിടെ കിടക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ യാപ്പർ ലീഡർ ബോർഡ്സിലേക്ക് വരാം. എൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടു പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു ശൃംഖല കാണാൻ പറ്റും, കണ്ടില്ലേ. ഇവർ ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തിന് ഫോളോ ചെയ്യുന്നതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ പ്രൊഫൈലിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോയി ചെക്ക് ചെയ്യാം. അതായത് ഇവർ ആരൊക്കെയാണ് ഇവരുടെ പ്രൊഫൈലിലുള്ളത്, അവരൊരു സർക്കിൾ ആരൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു ആപ്സ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് മാത്രം പോസ്റ്റ് ചെയ്ത് കിട്ടുന്ന സാധനമല്ല. ഈ ആപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ക്രിപ്റ്റോ റിലേറ്റഡ് പോസ്റ്റ് എല്ലാത്തിനും അവിടെ പോയിട്ട് റിപ്ലൈ കൊടുക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതും എല്ലാത്തിനും കൊടുക്കുന്ന സാധനമാണ് എന്ത് ഈ ആപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്സ് ഏൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ഇവിടെ ഒരു പ്രൊജക്റ്റിൻ്റെ ലീഡർ ബോർഡിൽ എഴുതിപ്പെട്ടാൻ നോക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് ചെയ്യുക, പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തും അതുപോലെ തന്നെ ക്രിപ്റ്റോ റിലേറ്റഡുള്ള പോസ്റ്റുകളെ കുറിച്ചും എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ആപ്സ് ഏൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ 2 കാര്യം മനസ്സിലാൻ വിചാരിക്കുന്നു. ഇനിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ആപ്പ് എന്ന് പറഞ്ഞ വേർഡ് മനസ്സിലായി. ഇനി എന്താണ് CT, സ്മാർട്ട് ഫോളോവർ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻസ് ഒക്കെ കാണാൻ പറ്റും, എത്ര ആപ്സ് കിട്ടി നോക്കാം. ഇപ്പോൾ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് 0. ഞാനൊന്നും മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിതൊന്നും കാണാത്തത്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കൈറ്റോ സ്റ്റേക്ക് ചെയ്യാം. അപ്പോൾ അതിന് ചിലപ്പോൾ ചെറുതായിട്ട് റിവാർഡ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം API കിട്ടുന്നുണ്ട്. പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഇതിൽ പുഷ് കിട്ടാനുള്ള ചാൻസ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു $10 കുറച്ച് ഫണ്ടൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കൈറ്റ് മേടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റേക്ക് ആയിട്ടുള്ള പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്ത് ഇടാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 3 പോയിന്റാണ്. ഇത് നിർബന്ധമല്ല കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ നിർബന്ധമുള്ളത്. അപ്പോൾ ഇത്ര മനസ്സിലാവുന്നു. ഇനിയാണ് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഇതിൽ ഏൺ ചെയ്യാൻ സാധിക്കും, അതായത് ഒരു പ്രോജക്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഏൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ 2 തരത്തിലുള്ള പ്രോജക്റ്റുകളുണ്ട്. ഒന്ന് പ്രീ TGയും രണ്ടാമത്തെ പോസ്റ്റ് TG എന്ന് പറയും. അപ്പോൾ പ്രീ TG എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പ്രോജക്റ്റുകളാണ് പ്രീ TGയിലുള്ളത്. അതുപോലെ പോസ്റ്റ് TG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ പ്രോജക്റ്റുകൾ, അതായത് ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രോജക്റ്റുകൾ എന്ത് ചെയ്യും, അവർ റവന്യൂ ഷെയർ ചെയ്യാനുള്ള സാധനങ്ങൾ എന്ത് പോസ്റ്റ് TG എന്നുണ്ട്. ഇവിടെ കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വന്നു നിങ്ങൾക്ക് ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൈറ്റോ ഏണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ കറന്റ് റണ്ണിങ് ഉള്ളത്, എത്ര നാളായി അത് തുടങ്ങിയിട്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നൊരു പ്രോജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക,
ചൂസ് ചെയ്യുക. അതിനുശേഷം അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, യാപ്പ് ചെയ്ത് തുടങ്ങുക. യാപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പോയിന്റുകൾ കിട്ടും. എവിടെ യാപ്പായിട്ട് ഇവിടെ കിട്ടും. അതാണ് ഞാൻ യാപ്പ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീ ടി ജിന്നോ പോസ്റ്റ് ടി ജിന്നോ ഒരു ബെസ്റ്റ് പ്രോജക്റ്റ് നിങ്ങൾ നോക്കിയെടുക്കുക. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം ഇവിടെ ടോപ്പ് ടി ജിയിൽ വലിയ കുറേ പ്രോജക്റ്റുകൾ MEMX ഫസ്റ്റ് നിൽക്കുന്നുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് നിൽക്കുന്നുണ്ട്, MEMCore ഓപ്പൺ ലെഡ്ജർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താ അനോമ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് ഈ സമയം നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അലോക്കേഷൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ 1% ടോക്കൺ എന്താണ് യാപ്പേഴ്സിന്, അതായത് ടോപ്പ് 1000 യാപ്പേഴ്സിൽ വന്ന് ഇപ്പോൾ ഈ അനോമ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ടോപ്പ് 1000 യാപ്പർ ലീഡർ ബോർഡിൽ വരുന്ന ആൾക്കാർക്ക്, ഇവർ ലീഡർ ബോർഡ് ഉണ്ടാവും, ആ ലീഡർ ബോർഡിൽ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, 1% ടോക്കൺ എന്ത് ചെയ്യും ഞാൻ അലോക്കേറ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1% ടോക്കൺ അത്ര അലോക്കേറ്റ് ചെയ്യണുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും പൊട്ടന്മാരാണെന്നർത്ഥം. കാരണം ഇവരെ ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺ ഓർ ബില്യൺ സപ്ലൈ ഉണ്ടാവും. അതിൽ നിന്ന് 1% എന്ന് പറഞ്ഞ് തന്നെ എന്ത് ചെയ്യും, ഒരാൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ടോക്കൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചുരുങ്ങി ചിലപ്പോൾ ഒരു 20,000 30,000 ടോക്കൺ കിട്ടും. ഒരു ടോക്കണിൻ്റെ വില നിങ്ങൾ വെറുതെ ഒന്ന് 0.1 0.2 അല്ലെങ്കിൽ $1 എത്തിക്കഴിഞ്ഞാൽ കാര്യം ആലോചിക്കുക, $20,000 എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ യാപ്പ് ചെയ്തതിന് കിട്ടി. അപ്പം നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു പ്രൊജക്റ്റ് എത്ര അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെയധികം റഷുള്ള നിങ്ങളൊരു പുതിയ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റഷുള്ള പ്രോജക്റ്റുകളൊന്നും ചെയ്ത് എന്ത് ചെയ്യുക, യാപ്പ് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ. കാരണം ഇനി ഇതിൻ്റെ ഉള്ളിൽ ലീഡർ ബോർഡിൽ എഴുതി പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വലിയ വലിയ കോൾസ് ആയിരിക്കും എന്ത് ചെയ്യുക ഇതിൽ എഴുതി പറ്റുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും കുറേ പ്രോജക്റ്റുകളോട് കാണാൻ പറ്റും. അതിലേതെങ്കിലും ചൂസ് ചെയ്യാം. അല്ലാണ്ട് വീണ്ടും അതേഴ്സിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യാപ്പ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം, ഇവിടെ കൈറ്റോ വേണിൽ വന്നിട്ട് ഇവരിപ്പോൾ ഓൾറെഡി ഇതിൽ ലിസ്റ്റ് ആയിട്ടുണ്ടോ, അതായത് ഓൾറെഡി അവർ എയർ ഡ്രോപ്പ് കൊടുക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അവർ ലീഡർ ബോർഡിനുണ്ടോ, എത്ര ശതമാനം ടോക്കൺ ആണ് അവർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ അവരുടെ ആക്ടിവിറ്റി പീരീഡ് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. മെയ് 29 തൊട്ട് സെപ്റ്റംബർ 1 വരെയാണ് എന്ത് ഇവരുടെ ഇതെന്ന് പറയുന്നത് ക്ലെയിം പീരീഡ് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇവരെന്തുണ്ട് 0.5% പോർട്ടൽ സപ്ലൈ ഇവർ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ ഇത് തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പോൾ തുടങ്ങാത്ത പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്രോജക്റ്റുകൾ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, യാപ്പ് ചെയ്ത് കണ്ടിന്യൂസും ആയിട്ട് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നല്ല പോസ്റ്റുകൾ കണ്ടെത്തുക? അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രീ ടി ജി വന്ന് നിങ്ങൾക്ക് എന്ത് പറ്റും, ഇവിടെ ടോപ്പ് യാപ്പേഴ്സിന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോരുത്തരുടെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ പൊസിഷനും അവരുടെ പോസ്റ്റുകൾ എന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ടും. എന്താണ് മൈൻഡ് ഷെയർ? ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മൈൻഡ് ഷെയർ മെഷേഴ്സ് ഹൗ മച്ച് ഇൻഫ്ലുവൻസ് ആൻഡ് വിസിബിലിറ്റി യുവർ അക്കൗണ്ട് ബ്രിങ്സ് ടു എ സ്പെസിഫിക് പ്രോജക്റ്റ്. അതാണ് മൈൻഡ് ഷെയർ എന്ന്. അതായത് നിങ്ങളിപ്പോൾ പോർട്ടലിനെ കുറിച്ചാണ് നിങ്ങൾ പോസ്റ്റ് വിചാരിക്കുക. അപ്പോൾ ആ പോർട്ടലിനെ കുറിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റ് എത്രത്തോളം ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ട്, അതിനെക്കുറിച്ച് നല്ല റെലവൻ്റ് ആയിട്ട് ആൾക്കാർ എൻഗേജ് ചെയ്യുന്നുണ്ടോ, അതിൽ വന്ന് റിപ്ലൈ തരുന്നുണ്ടോ, റീപോസ്റ്റ് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നിൽക്കുന്ന പറ്റും. നിങ്ങൾക്ക് അവിടുന്ന് മൈൻഡ് ഷെയർ കിട്ടും. അതാണ് മൈൻഡ് ഷെയർ എന്ന് പറയുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് യുവർ ഷെയർ ഓഫ് വോയിസ് വിത്തിൻ ദാറ്റ് പ്രോജക്റ്റ് എക്കോസിസ്റ്റം. ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള എക്കോസിസ്റ്റത്തിലുള്ള നിങ്ങൾ ഒരു വോയിസ് അല്ലെങ്കിൽ അതിനുള്ള ശബ്ദമാണ് എന്ത് പറയുന്നത്, നിങ്ങളുടെ മൈൻഡ് ഷെയർ എന്നത്. മൈൻഡ് ഷെയർ എന്താ മനസ്സിലാൻ വിചാരിക്കുന്നു. അതായത് അപ്പോൾ എങ്ങനെയാണ് മൈൻഡ് ഷെയർ കിട്ടുക? പോസ്റ്റിംഗ് റെലവൻറ്റ് ഫോക്കസ് കണ്ടന്റ് അബൌട്ട് ദ പ്രൊജക്ട്, ഡീറ്റെയിൽ ഇൻസൈറ്റ്സ് ക്യാരി മോർ വെയിറ്റ് ദാൻ ബ്രോഡ് ഓവർവ്യൂസ്. അതായത് ഇപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ പോർട്ടൽ ബിറ്റ് കോയിൻ വെറുതെ BTCനെ നല്ല രീതിയിൽ BTCയുടെ ഒരു ഈൽഡ് അല്ലെങ്കിൽ BTCയുടെ ഒരു എക്കോസിസ്റ്റം വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണെന്ന് ഒരു ബ്രോഡ് വേയിൽ എഴുതി വെച്ചു. അതിൽ നിന്ന് ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലാവുമുണ്ടോ? ഇല്ല. ആ പ്രോജക്റ്റ് എന്താണ് സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നല്ലോണം പഠിച്ച് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ നോക്കുക. ഞാൻ പറയാനെക്കുറിച്ച് അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ റെലവൻസും ആ പ്രോജക്റ്റ് റെക്കഗ്നേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിന് ഒരു റെക്കഗ്നേഷൻ കിട്ടുള്ളൂ. അതുപോലെ റിയൽ വെയിറ്റഡ് എൻഗേജ്മെന്റ് ഫ്രം എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് റെസ്പെക്റ്റഡ് CT. അതാണ് എന്ത് ഞാൻ പറഞ്ഞ സ്മാർട്ട് ഫോളോവേഴ്സിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നല്ല നല്ല ഇപ്പോൾ എമർജിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നായാലും നല്ല രീതിയിൽ എന്താണ് നിങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് നിങ്ങളുടെ പോസ്റ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പ്രയോറിറ്റൈസിങ് ഒറിജിനൽ ആൻഡ് തോട്ട്ഫുൾ കമന്ററി ഓവർ സ്പാമി ഓർ റിപ്പീറ്റേറ്റീവ് പോസ്റ്റ്. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് എടുത്തു പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ പേര് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഗീവറപ്പ് എന്നുള്ളത്. ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മുടെ ഒരു ഞാൻ ചെയ്യേണ്ടെന്നല്ലാട്ട് പറയുന്നത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. അതായത് ഓൾറെഡി എക്കോസിസ്റ്റത്തിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ അതാണ് കൈറ്റോ എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ കുക്കി, അതുപോലെ 2-4 പ്രൊഡക്റ്റുകളുണ്ട്. ആ ഒരു ഇതിലേക്ക് സ്വീഡ് എക്കോസിസ്റ്റം വന്നൊരു പ്രൊജക്റ്റാണ് ഗീവറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റ് ഇനി ചിലപ്പോൾ സ്വീഡനിലായതുകൊണ്ട് ചിലപ്പോൾ കത്തി കയറാം, ചിലപ്പോൾ കയറാണ്ടിരിക്കാം. പക്ഷെ നിങ്ങൾ ഗീവറപ്പ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പല പോസ്റ്റിലും കമന്റ് കണ്ടിട്ടുണ്ട്, ഹൈലി ബുള്ളിഷ് ഗീവറപ്പ്, വെറുതെ ഗീവറപ്പ് കിട്ടും.
അതുപോലെ ഒരു പരിപാടിയാണ് നിങ്ങളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കൈറ്റോ ഫാമിംഗ് നിർത്തിക്കോ എന്നാണ് പറയുള്ളൂ. അതുപോലത്തെ ഒരു പരിപാടിയല്ല എന്ന് നിങ്ങൾ 100% മനസ്സിലാക്കണം. നിങ്ങൾ അതുപോലെ വെറുതെ പോയിട്ട് LFG ലെറ്റ്സ് ഫക്കിംഗ് ഗോ ബുള്ളിഷ് ഹൈലി ബുള്ളിഷ് വെരി ഓസം പ്രൊജക്റ്റ് വെരി ഗുഡ് ഇങ്ങനെയൊക്കെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങളുടെ പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടോ ഒരു തരത്തിലും പൊന്തി കയറാനായിട്ടോ ആപ്പിൽ ഇടപോയിട്ട് അതിൻ്റെ അരികത്ത് പോലും എത്തില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക? കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, ആ പ്രൊജക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഈ പോർട്ടൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ആപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ഫാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റ് എടുക്കുക. അപ്പോൾ സപ്പോസ് വിചാരിക്കുക ബ്ലസ് ആണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ ഈ ബ്ലസ്സിൻ്റെ കണ്ടില്ലേ 5% സപ്ലൈ ആണ് എന്ത് കൊടുക്കുന്നത്, അവർ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് വളരെയധികം മുന്നിലായിരുന്നു ബ്ലസ്സിന് നിന്ന് ഒരുപാട് ആപ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എന്താണ് ലീഡർ ബോർഡിൽ നിൽക്കണം. അതിനകത്ത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്ത് നിൽക്കണം. അല്ലാണ്ട് ഒരു ദിവസം ചിലപ്പോൾ ഞാൻ നിന്നു അപ്പം എന്ത് വരും, നേരെ ലീഡർ ബോർഡ് ചിലപ്പോൾ ഒന്നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും 100ലേക്ക് എത്തും. കാരണം വേറെ ആൾക്കാർ കയറി വരും, അവർക്ക് മൈൻഡ് ഷെയർ കൂടും. അപ്പോൾ എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് ലീഡർ ബോർഡ് എത്തും. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് ആകെ 20 ഫോളോവേഴ്സ് ഉള്ളൂ. ഇനി ഞാൻ ലീഡർ ബോർഡിൽ എത്തില്ല, പക്ഷേ ഗുഡ് പോസ്റ്റ്, നല്ല റെലവൻസ്, നല്ല എഡ്യൂക്കേഷൻ കണ്ടിട്ടുള്ള പോസ്റ്റുകൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലസ് എന്ന് പറഞ്ഞ പ്രൊജക്ട് എടുക്കുക, ആ പ്രൊജക്ടിന്റെ ഡോക്യുമെന്റേഷൻ എടുക്കുക, അത് വായിച്ചു നോക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക, അവർ ഡിസ്കോളിൽ കയറുക, അവരെ സൈറ്റ് നോക്കുക, എന്താണ് അവർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അവരുടെ പ്രൊജക്റ്റിൽ ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്ന ടെസ്റ്റ് നിന്നൊക്കെ എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ല രീതിയിൽ പ്രോപ്പർ റിസർച്ച് ചെയ്ത് അവരുടെ ഡിസ്കോളിൽ ചോദിക്കുക, അല്ലെങ്കിൽ അവർ യാപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ പോസ്റ്റുകൾ നോക്കി ഇതൊക്കെ കണ്ട് പഠിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, യാപ്പ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതായിട്ട് റെലവൻ്റ് ഉള്ള ആരെങ്കിലും പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ആ പോസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യത്തിനെ കുറിച്ച് എന്ത് ചെയ്യുക, കമൻറ്റ് ഇടുക. അതായത് ഓക്കെ, ഇത് നമ്മളൊരു നല്ലൊരു യൂട്ടിലിറ്റി കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു പോയിന്റ് വളരെയധികം കൃത്യമായിട്ട് എന്നുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇൻസൈറ്റ് കിട്ടുന്ന കമന്റുകൾ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പോയി കമന്റ് ഇടാനായിട്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, LFG റോക്കറ്റിന്റെ ചിഹ്നം, ലവ്, കിസ്സസ്, ഉമ്മ ഇതൊക്കെ കൊടുക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് റെലവൻറ്റ് കമന്റ്. അതുപോലെ തന്നെ ഗീവറപ്പ് ചെയ്യുന്നവർ ഒന്നിലേക്ക്, കാരണം അവിടെ ഗീവറപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ പോസ്റ്റിൻ്റെ ഒപ്പം അറ്റ് ഗീവറപ്പ് അല്ലെങ്കിൽ അറ്റൻഷൻ ടോക്കൺ ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ കൈറ്റ് ഡിറ്റർ ചെയ്യും. കാരണം അവർ ഒരു റെവലിൽ വന്നൊരു പ്രൊജക്റ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യോ ഇല്ല. അപ്പോൾ അത് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഇതിൽ നിന്ന് ഒഴിവാക്കുക, എന്നിട്ട് ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. അത് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക. ഞാൻ പറയുന്ന ആ പ്രൊജക്റ്റ് പൊട്ടയെന്നല്ല, ബട്ട് അത് ചെയ്യുന്നവർ ഇത് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. കാരണം ഇതൊരു സെപ്പറേറ്റ് ഫീൽഡാണ്, സെപ്പറേറ്റ് വേൾഡാണ്, അതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ റെലവൻസ് മനസ്സിലാൻ വിചാരിക്കുന്നു. ഇനി പോസ്റ്റ് ഉണ്ടാക്കുന്ന കേസ്, പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറയാം, നിങ്ങൾക്ക് ഇവിടെ ഫ്രീ അക്കൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടർ ലിമിറ്റ് ഉണ്ട്. പക്ഷേ പ്രീമിയം അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് ക്യാരക്ടർ ലിമിറ്റ് കൂടി കിട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഓരോ പോസ്റ്റിനൊപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു മാസ്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാസ്കറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുക. ആ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ChatGPT വെച്ചോ അല്ലെങ്കിൽ എഡിറ്റ് അറിയാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുക. ആ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് ഓരോ ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓരോ പ്രൊജക്റ്റിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആ പ്രൊജക്റ്റിന്റെ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ഓ നല്ലൊരു ഫണ്ണി ആയിട്ട് തോന്നുന്ന പ്രൊജക്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റെലവൻസ് തോന്നുന്ന പോസ്റ്റ്, ആ ഫോട്ടോയിൽ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ ആൾക്കാർ വീഴും. അപ്പോൾ കൺവിൻസിങ് ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ കൺവിൻസിങ് ആയിട്ടുള്ള ലെറ്റേഴ്സും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നല്ല പടച്ചു വിടുക. അതായത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കൈറ്റോ യൂസ് ചെയ്യുന്നത് AI മെഷീൻ ലേണിങ്ങും തന്നെയാണ്. അപ്പോൾ നിങ്ങൾ AI പോയിട്ട് ഗ്രോക്കിന്ന് പോയിട്ട് ChatGPT പോയിട്ട് നിങ്ങളൊരു പോസ്റ്റ് അവിടെ അടിച്ചു വിട്ടിട്ട് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ കൈറ്റോയുടെ AI ഇരിക്കുന്ന ഒരു പൊട്ടന്മാരല്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതെന്ത് ചെയ്യും, നിങ്ങൾ വീണ്ടും സ്പാമിലേക്ക് പോകും. അവിടെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടില്ല എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഈ കണ്ട 10, 20,000, $30,000 കിട്ടിയവർ വെറുതെ എടുത്തിട്ട് ChatGPT കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയവരല്ല. ആ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി സ്വന്തം ഭാഷയിൽ എഴുതും. അപ്പോൾ ഞാൻ സ്വന്തം ഭാഷയിൽ എഴുതാൻ പറയുള്ള, ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പ്രോജക്റ്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു വൈറ്റ് പേപ്പർ ഉണ്ട്, അത് കോപ്പി ചെയ്യുക, ChatGPT ഇടുക. അപ്പോൾ അതിന് സമ്മറൈസ് ചെയ്താൽ പറയുക, ഇതെന്താണ് പ്രൊജക്റ്റ്, ഒരു ഈസി ആയിട്ട് ഒരു 10ാം ക്ലാസ് മനസ്സിലായ രീതിയിൽ പറഞ്ഞു തരാൻ പറയുക. അങ്ങനെയൊക്കെ കുറേ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങളുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, എഴുതുക. എന്നിട്ട് അതിൻ്റെ ഗ്രാമർ ChatGPT വെച്ചിട്ടോ അല്ലെങ്കിൽ ഹ്യൂമനൈസ് ചെയ്യുന്ന സൈറ്റ് ഉണ്ട്, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതിനെ ഗ്രാമർ തിരുത്തി എഴുതുക. ഇപ്പം നിങ്ങൾക്കറിയാം ചെയിൻ ഓഫ് പെയറൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റാണ്. അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെയും തിരുത്തി എഴുതി കണ്ടു പറ്റും, നിങ്ങൾക്ക് അവിടെയും പോയിന്റ് കിട്ടും. അപ്പോൾ അവിടെ അങ്ങനത്തെ പ്രോംപ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോംപ്റ്റ് ഉപയോഗിക്കണ AI സൈറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെയും പോയിന്റ് കിട്ടും. പ്ലസ് നല്ല രീതിയിലുള്ള അവിടെ കുറേ മോഡൽസ് ഉണ്ട്, ക്ലോഡയുടെ മോഡലൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോംപ്റ്റും അതുപോലെ തന്നെ റിസൾട്ടും കിട്ടും. എന്നിട്ട് ആ റിസൾട്ടിനെ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയതിന് ശേഷം മാത്രം ഒരു എൻഗേജിങ് ആയ രീതിയിൽ പോസ്റ്റുകൾ ഇടുക. ഞാൻ കുറച്ച് നിങ്ങൾക്ക് അതിന് ഞാൻ പറഞ്ഞു, അതിനായിട്ട് എന്ത് ചെയ്താൽ മതി,
ഓൾറെഡി യാപ്പർ ലീഡർ ബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ പോസ്റ്റുകൾ നോക്കിയതിന് ശേഷം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ പോസ്റ്റുകൾ പഠിച്ച് അവരെങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഓരോ പോസ്റ്റുകളും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഓരോ പോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഒരു പ്രൊജക്റ്റ് മനസ്സിലാക്കി അവർ എത്രത്തോളം പോസ്റ്റുകൾ ഇടുന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം 2-3 പോസ്റ്റിൽ ഒതുക്കാനായിട്ട് മാക്സിമം ഒതുക്കുക. അല്ലാതെ 5-10 പോസ്റ്റ് 20 പോസ്റ്റൊക്കെ ചറ പറയിടാതെ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്തിട്ട് ആ പ്രൊജക്റ്റിനെ കുറിച്ച് 2-3 മാക്സിമം പോസ്റ്റ് ഇടാനായിട്ട് പോസ്റ്റ് ശ്രദ്ധിക്കുക. പക്ഷേ ആ പ്രൊജക്റ്റിൻ്റെ റെലവൻറ്റ് പോസ്റ്റിൽ പോയിട്ട് കമൻ്റ് ആവശ്യം പോലെ ഇടാൻ നോക്കുക. ഒരു 10, 100, 200 കമൻറ്റൊക്കെ നല്ല രീതിയിൽ, ഞാൻ പറഞ്ഞു LFG എന്നൊന്നും ഇടാതെ നല്ല രീതിയിൽ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിച്ചുള്ള കമൻറ്റുകൾ ആ പോസ്റ്റിന് റെലവൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് വായിച്ചിട്ട് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഒരു 100-200 കമൻറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഈസി ആയിട്ട് റെക്കഗ്നീഷനോ അതുപോലെ തന്നെ പുഷും കിട്ടുകയും ചെയ്യും. അപ്പോൾ കമൻറ്റും റീപോസ്റ്റിങ്ങിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പറഞ്ഞു, പഴയ ഒരു അക്കൗണ്ടാണ് ഏറ്റവും ബെറ്റർ, പുതിയ അക്കൗണ്ട് ആണെന്നും കുഴപ്പമില്ല, പക്ഷെ ഫോളോവേഴ്സിന് കിട്ടി കുറേ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുക. കൈറ്റോ ഇപ്പോഴൊന്നും പെട്ടെന്ന് തീരാൻ പോകുന്നില്ല. കാരണം ഇതിലേക്ക് ഇനിയും പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്രൊജക്റ്റിന് ഇത്രയധികം ആൾക്കാരുകൾ പുഷ് ചെയ്യാണ്, ഇതിന് വലിയ റെക്കഗ്നേഷൻ കിട്ടാറുണ്ട്. അതായത് ഇതുവരെയൊക്കെ കാണാത്തൊരു തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ഇപ്പം ന്യൂട്ടൺ പ്രൊജക്റ്റിന് വേണ്ടി ഇപ്പോൾ വേറെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന അവരെ കുറിച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊജക്റ്റ് ഇതാണോ എന്നുള്ള കുറേ പോസ്റ്റുകൾ ഇങ്ങനെ എക്സിങ്ങനെ ചറപറ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രൊജക്റ്റിന് വളരെയധികം റെക്കഗ്നേഷൻ, ഈ പ്രൊജക്റ്റ് ഇങ്ങനെയാണ്, ഇതിന് യൂട്ടിലിറ്റി മനസ്സിലാക്കാണ്ട് ഒരുപാട് ആൾക്കാരുകളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിന്റെ യൂട്ടിലിറ്റി എത്തുകയാണ്. അപ്പം എന്ത് ചെയ്യും, ഒരുപാട് പ്രൊജക്റ്റുകൾ ഇനിയും വരും. ഇനി വരാൻ പോകുന്ന പുതിയ പ്രൊജക്റ്റുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ ഇത്ര സപ്ലൈ. ഇപ്പൊ കണ്ടില്ലേ, ന്യൂട്ടന്റെ 0.15% സപ്ലൈ മാത്രമാണ് കൊടുത്തത്. അതിൽ നിന്നാണ് ആൾക്കാർക്ക് $10,000 കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാൻ, നല്ല പ്രൊജക്റ്റ് ചൂസ് ചെയ്യാൻ നോക്കുക. ഇതുവരെ തുടങ്ങാത്ത കുറേ പ്രൊജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ എടുക്കണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ യാപ്പർ ലീഡർ ബോർഡ്സിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീ TGയിലുള്ള കുറേ പ്രൊജക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവർ കുറേ പ്രൊജക്റ്റുകളൊന്നും ഇപ്പോഴും ഇതിനുള്ളിലേക്ക് എത്തിയിട്ടില്ല. അവർ അലോക്കേഷൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇത് പുഷ് ചെയ്യാത്തത്. ഇപ്പോൾ SUSE NCT ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ വളരെയധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ അലോക്കേഷൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ സോമിനിയ, അതുപോലെ ഈറ്റ്, അതുപോലെ യൂണിയൻ, ഇതിനെക്കുറിച്ചൊന്നും ഇവരിപ്പോൾ അലോക്കേഷൻ പറയാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, ആൾക്കാരെത്തില്ല. പക്ഷേ ഈ മിംകോറും അതുപോലെ തന്നെ നേരത്തെ കണ്ട അനോമൊക്കെ അലോക്കേഷൻ പറഞ്ഞുകൊണ്ട്, ബ്ലസ്സൊക്കെ അലോക്കേഷൻ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആപ്പേഴ്സ് കുത്തിക്കയറുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അലോക്കേഷൻ പറയാത്ത ഇങ്ങനത്തെ കുറേ പ്രൊജക്റ്റ് ഉണ്ടാവില്ലേ, അവരെ പ്രൊജക്റ്റിലൊക്കെ ഡിസ്കോളിൽ പോയി ചോദിക്കുക, നിങ്ങൾ അലോക്കേഷൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ പ്രൊജക്റ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പ്രൊജക്റ്റ് പഠിച്ചിട്ട് നല്ല അടിപൊളി പോസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എന്ത് പറ്റും, ഇപ്പോൾ ഒരു ഡേ, അതായത് നിങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങി ഒരു 10 ദിവസം കഴിയുമ്പോൾ അവരുടെ പ്രൊജക്റ്റിനെ കുറിച്ച് എന്താണ്, ഓക്കെ ഇങ്ങനെ ലൊക്കേഷൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പറയുകയാണ്, എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി കൈറ്റോടെ അൽഗോരിതത്തിൽ പെടും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ ആ പ്രൊജക്റ്റിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് പെടും. അതുപോലെ ഇവിടെ കണ്ടില്ലേ, പോസ്റ്റ് DGയിൽ കാണാൻ പറ്റും പോൾക്കാഡോട്ട്, മൂവ്മെന്റ്. അപ്പോൾ ഇവരൊക്കെ ഇനി അലോക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തൊട്ട് ഇങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇവർ അലോക്കേഷൻ പെടും. ഇപ്പൊ ആർബിറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ ആർബിറ്ററും ഇപ്പോൾ ഓൾറെഡി ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് Cookie.fund എന്നത്. അപ്പൊ ഇതും ഇതേ സെയിം മോഡലുള്ള കൈറ്റോ മോഡലുള്ള ഒരു സെയിം പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇതിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അലോക്കേഷൻ വന്നുള്ള ഓപ്പൺ ലെഡ്ജർ ആണ്. അപ്പോൾ ഓപ്പൺ ലെഡ്ജർ കൂടി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ലെഡ്ജർ നിങ്ങൾ ഈ ആപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയാം. അതായത് ചിലപ്പോൾ നല്ല പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കൈറ്റോയുടെ ലീഡർ ബോർഡിൽ വരാം, ഇച്ചിരി ടഫാണ്. പക്ഷേ കുക്കിയുടെ ലീഡർ ബോർഡിൽ എന്ത് ചെയ്യാൻ പറ്റും, വരാനായിട്ട് സാധിക്കും. അപ്പോൾ കുക്കിയിൽ വന്ന് അവർ ഇത്ര സ്നാപ്സ് ഏൺ ചെയ്ത് നിങ്ങൾക്ക് എന്ത് പറ്റും, ഇവരുടെ പ്രൊജക്റ്റിൽ നിന്നുള്ള ടോക്കൺ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ലെഡ്ജറിന്റെ ടോക്കണും കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ വെറുതെ വെറുതെ ഇങ്ങനെ എക്സ് പോയി എടുത്തു, ഒരു ദിവസം മുന്നോട്ട് LFG കമ്മിനിട്ടു, അങ്ങനെ പോകുന്ന പരിപാടി അല്ലാന്ന് അർത്ഥം. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രീ TG പോസ്റ്റ് TG പ്രൊജക്റ്റ് എടുക്കുക. ഇനി ഇവിടെ ലിസ്റ്റ് ചെയ്യാത്ത കുറേ പ്രൊജക്റ്റുകൾ വേറെയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. ഇവരൊക്കെ വരാനിരിക്കുന്നതായിരിക്കും, ഇവരൊക്കെ അലോക്കേഷൻ പറയാനിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 1 ഡേ, അതായത് ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും അവർ പറയാൻ പോകുന്നത് ഇൻജക്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് വളരെ നല്ല മാർക്കറ്റബിൾ പ്രൊജക്റ്റാണ്. അവർ പറയാൻ പോകുന്നത് ഞങ്ങളുടെ 1% അലോക്കേഷൻ കൈറ്റോ ഫാമേഴ്സിന് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഒറ്റ പുഷ് കാണാൻ പറ്റും. കുറേ ടീമുകൾ ഓടി വന്നത് എന്ത് ചെയ്യും, ഇൻജക്റ്റീവ് അതാണ് ഇതാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ ഓൾറെഡി കുറേ ഫോളോവേഴ്സിന് ഇൻജക്റ്റീവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്തു പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസാണ്, ഒരു പ്രൊജക്റ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിന്റെ ഫൗണ്ടേഴ്സ്, പ്രൊജക്റ്റിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാർ, അവരുടെ കമ്മ്യൂണിറ്റി കണ്ടെത്തുക, ആ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് എന്ത് ചെയ്യുക,
അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഫോളോ ചെയ്യുക, അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് ഒരുപാട് പോസ്റ്റുകൾ റിപ്ലൈ ഇടുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി ആയിട്ട് ഫുള്ളി കണക്റ്റഡ് ആവും. അപ്പോൾ പുതിയത് വരുന്ന ആൾക്കാരുകൾ ഏറ്റവും ബെറ്റർ ആൾക്കായിരിക്കും നിങ്ങൾക്കായിരിക്കും ഇത് വളരെ റെലവൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 100 ഫോളോവർ ഉള്ളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ലീഡർ ബോർഡിൽ കയറി പറ്റാനായിട്ട് പറ്റും. അതുപോലെ കുറേ സ്മാർട്ട് ഫോളോവേഴ്സിന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വലിയ ഇതുപോലെ അലോക്കേഷനുള്ള പ്രൊജക്റ്റുകൾ ഇനി നിങ്ങൾക്ക് കയറിയിട്ട് കാര്യമില്ല. ഫോഗൊക്കെ വരാനിരിക്കുന്നുണ്ട്, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പ്രീ ടീച്ചറിൽ നമുക്ക് ഇവിടെ ഗ്രാഫിൽ പോയി ഇവിടെ കാണാൻ പറ്റും. ഫോഗൊക്കെ നമുക്ക് അതേഴ്സിൽ പോയി താഴെയാണ് കാണുന്നത്. ഇവിടെ എവിടെയാണ് ഞാൻ ഫോഗ് കണ്ടത്, GT ഇവിടെ കണ്ടത്. GT നല്ലൊരു പ്രൊജക്റ്റാണ്. ഇന്നലെ ഫോഗ് വളരെ താഴെയായിരുന്നു. ഇനി അതേഴ്സിലാന്ന് പറഞ്ഞത്. ഞാൻ വളരെ ഉള്ളിലാണ് എവിടെയൊക്കെ ഫോഗാണ് കണ്ടത്. ഫോഗോ നല്ലൊരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ 0.22%. അപ്പോൾ അങ്ങനത്തെ പ്രൊജക്റ്റ് എന്ത് ചെയ്യുക, ആ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൽ ഈ ആപ്പ് ചെയ്യുന്ന ആൾക്കാരുകൾ കണ്ടെത്തിയിട്ട് അവരെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്തിട്ട് അവരെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഞാൻ ഫോഗോ ചെയ്യാനുള്ള പറഞ്ഞ നല്ല പ്രൊജക്റ്റുള്ള ഇഷ്ടമെങ്കിൽ അങ്ങനത്തെ എടുത്തോട്ടെ. ഇപ്പോൾ ഏറെക്കുറെ ഐഡിയ കിട്ടും വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് അറിയാമെങ്കിൽ ഇവരുടെ ഒരു ഫാക്ട് സെക്ഷനിലേക്ക് വന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫാക്ട് സെക്ഷൻ കാണാൻ പറ്റും. അവിടേക്ക് വന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങളൊക്കെ കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ChatGPT കൊണ്ടിട്ടിട്ട് എങ്ങനെയാണ് ഞാൻ നല്ലൊരു പോസ്റ്റ് ഉണ്ടാക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾ ChatGPT അതിനുള്ള റെലവൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, നിങ്ങളും അത് പഠിച്ചതിന് ശേഷം ആ പ്രൊജക്റ്റിനായിട്ട് പോസ്റ്റ് ഇടാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ RTT എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനും ഇതുപോലെ നല്ലൊരു ഗൈഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ടാലും വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഗൈഡൊക്കെ എനിക്ക് കിട്ടിയത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ആദ്യം എന്ന് പറഞ്ഞ പേരുന്ന അവനായിട്ട് കുറേ സംസാരിച്ചു. അവനിപ്പോൾ ഓൾറെഡി ആപ്പ് ചെയ്താണ്ട് കുറേ നാളായി. ഈ ആപ്പ് കയറ്റി തുടങ്ങിയ സമയത്തോളം ആപ്പ് ചെയ്യുന്നുണ്ട്. അവന് ഇപ്പോൾ 28 സ്മാർട്ട് ഫോളോവർ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ലഭിക്കാതല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ തന്നെ കയറി പോയ ഒരു ആൾക്കാരുകൾ എന്തുണ്ട്, ഈ ആപ്പ് ഇപ്പോഴും കണ്ടിച്ചുന്നുണ്ട്. ഇതിനർത്ഥം ടെസ്റ്റിൻ്റെ ഒക്കെ നിർത്താനല്ല പറയുന്നത്, ടെസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ചെയ്യുക. പ്ലസ് അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, ഒരു 30 മിനിറ്റ് ഒരു ദിവസത്തെ ഒരു ആപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കയറ്റൊക്കെ വേണ്ടി ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഡർ ബോർഡ് ഈ കൈറ്റോ കമ്മ്യൂണിറ്റിയിലുള്ള ഗോംട്ട് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്. ആ പുള്ളിക്കാർ ഇതിൻ്റെ ഒരു ലീഡർ ബോർഡ് അല്ലെങ്കിൽ യാപ്പർ സ്റ്റാറ്റസ് കാണാനായിട്ട് ആൾ സെപ്പറേറ്റ് ഒരു വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മങ്കി പാത്തുനിന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് സ്മാർട്ട് ഫോളോവേഴ്സ് ആരുമില്ല. അതുപോലെ ഈ ആപ്പ് ഒന്നും കാണിച്ചതല്ല, കാരണം ഞാൻ അധികം പോസ്റ്റ് ഒന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് കാണുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അക്കൗണ്ട് 0x ആണെന്ന് തോന്നുന്നു. അവൻ്റെ അക്കൗണ്ടിൽ വന്ന് കാണാൻ പറ്റും 28 സ്മാർട്ട് ഫോളോവേഴ്സ് ഉണ്ട്. 24 അവർ കൊണ്ട് അവൻ 3 ആപ്പ് കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് തന്നെ പറഞ്ഞത് നമ്മളെ കൊണ്ട് പറ്റാത്ത കേസല്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക. ഇവർക്കൊക്കെ പറ്റുന്നുണ്ട്. നമ്മുടെ കമ്മിറ്റിയുള്ളതാണ്. അവൻ ഫാം ചെയ്ത് മൾട്ടിപ്ലൈ കണ്ടില്ല, ഫാം ചെയ്യുന്ന പ്രൊജക്റ്റ് കാണാൻ പറ്റും, ഓർഡർലി തിയോറിക്ക്. അപ്പോൾ ഈ സൈഡിൽ നിങ്ങളുടെ ഒരു സ്റ്റാറ്റസും കാണാൻ പറ്റും. അവൻ ഓൾറെഡി ടോട്ടൽ 1700 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ തന്നെ എന്തുണ്ട് 28. അവൻ ചോദിച്ചപ്പോൾ അവൻ വേറെ ചെയ്തല്ല, ഇതുപോലെ സ്മാർട്ട് ഫോളോവേഴ്സിന്റെ അക്കൗണ്ട് കണ്ടെത്തും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കെഞ്ചും. ആദ്യ കാലത്ത് കെഞ്ചും, ഫോളോ മീ, ഫോളോ ബാക്ക് അവരെ കമ്മ്യൂണിറ്റിയിലേക്ക് കയറിട്ട് ഫോളോ ചെയ്യുന്നിട്ട് കെഞ്ചി ചെയ്യും, അവർ ഫോളോ ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല അടിപൊളി പോസ്റ്റ് ഒക്കെ ഇട്ട് പെട്ടെന്ന് റെക്കഗ്നേഷൻ കിട്ടി തരും. അപ്പോൾ ഇച്ചിരി സമയം എടുക്കാനൊക്കെ. അപ്പോൾ അതിന് എന്താണ് ഇങ്ങനെ കെഞ്ചി കുറേ സ്മാർട്ട് ഫോളോവേഴ്സ് ഉണ്ടാക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു, സ്മാർട്ട് ഫോളോവർ ഒരാൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ കാണണ്ടേ. അപ്പോൾ അതിന് നല്ലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് അക്കൗണ്ടുകളുണ്ട്. ഞാൻ അതൊക്കെ എന്ത് ചെയ്യാം, നമ്മളിവിടെ നമ്മുടെ ഈ പോസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു അക്കൗണ്ടുകളൊക്കെ ഞാനിപ്പോൾ വാട്ടർമാന്, ബോഗോ ബൂത്ത്, അങ്ങനെ കുറേ അക്കൗണ്ടുകളുണ്ട്. ഇവരൊക്കെ അക്കൗണ്ട് ഞാൻ എന്ത് ചെയ്യാം, മാക്സിമം നമ്മുടെ പോസ്റ്റിൻ്റെ ഒപ്പം തന്നെ കൊടുക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം. അതുപോലെ Kuki.fund നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ചെയ്യാനായിട്ട് നോക്കാം. ഇനിയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ നമ്മൾ എന്താണ് ഈ ആപ്പിങ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് മുന്നേ ഞാനിപ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറയാൻ കഴിഞ്ഞത്, ഇതിന് മുന്നേ കുറേ കമ്മ്യൂണിറ്റീസ് ഗ്രൂപ്പ് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. അതായത് അവരൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കും, നമ്മുടെ പോലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, അവർ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യും, ഞങ്ങളുടെ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അവർ കമൻറ്റ് ചെയ്യാൻ പറയും, റീപോസ്റ്റ് ചെയ്യാൻ പറയും, അങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ഫാമിംഗ് ചെയ്ത കുറേ അക്കൗണ്ടുകൾ എന്ത് ചെയ്തു, ഈ കൈറ്റോ ബാൻ ചെയ്ത് വിട്ടു, അത് ഫൈൻഡ് ചെയ്തിട്ട്. അപ്പോൾ അവർ ഫൈൻഡ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് അക്കൗണ്ട് നോക്കിയാൽ എന്ത് ചെയ്യും, അവരെ കമ്മ്യൂണിറ്റി ഒക്കെ നോക്കിയിട്ട് അവർ അവിടെ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുക, കുറേ ബാനിങ് ഒക്കെ വന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊരു സേഫ് ആയിട്ട് നടക്കാനായിട്ട് ഒരു ഐഡിയ ഉദ്ദേശിക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഞാനത് എപ്പോഴും ആ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി വെക്കില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോലത്തെ ഒരു ഗ്രൂപ്പ് അല്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 10,000-15,000 ആൾക്കാരുണ്ട്. പക്ഷേ കൈറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു 30 ആൾക്കാർ അല്ലെങ്കിൽ 30 ആൾക്കാർ. അത് ഞാനിപ്പോൾ ലിങ്ക് ഇടും. ആ ലിങ്ക് ഇട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു ദിവസം വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഉള്ളൂ. അതിന് ശേഷം എന്ത് ചെയ്യും, ആ ലിങ്ക് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് നോക്കിയിരിക്കുക, നമ്മുടെ ചാനൽ നോക്കിയിരിക്കുക. ഞാനൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യും, നമ്മളവിടെ കുറച്ച് നിബന്ധനകൾ വെക്കും. കുറേ നിബന്ധനകൾ നമ്മളവിടെ എന്ത് ചെയ്യും, വെക്കും. ആ നിബന്ധനകൾ പാലിക്കുന്ന ആൾക്കാരുകൾ മാത്രമാണ്. വളരെ സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അവിടെ അഡ്മിൻസ് വേറെ ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല, അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് കിക്ക് ചെയ്ത് കളയും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റേതുപോലെ നമ്മുടെ ഈ സപ്പോർട്ട് ഗ്രൂപ്പിൽ അത്ര സപ്പോർട്ട് ഉണ്ടാവില്ല. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ ലിങ്ക് ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ കുറേ പേരുടെ പോസ്റ്റ് കാണാനുണ്ട്. ഈ പോസ്റ്റിൽ കാണുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങളൊരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പോസ്റ്റിൻ്റെ ലിങ്കിന് ശേഷം T= ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും. അതിനർത്ഥം ടെലഗ്രാമിലേക്കാണ് ഈ ഒരു ലിങ്ക് പോയെന്നർത്ഥം. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആർക്ക് മനസ്സിലാവും, എക്സിന് മനസ്സിലാവും, അല്ലെങ്കിൽ കൈറ്റോക്ക് മനസ്സിലാവും ഈ ലിങ്ക് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ടെലഗ്രാമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയ തന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ നിന്ന് കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് ടെലഗ്രാമിലേക്ക് ഷെയർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഈ പോസ്റ്റ് ഒക്കെ കണ്ടില്ലേ, T= എല്ലാത്തിനും എന്താണ് T= കിടക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, ടെലഗ്രാമിൽ ഷെയർ ചെയ്താണ് പോസ്റ്റ് എന്നർത്ഥം. ഇപ്പം ഇവിടെ കണ്ടില്ലേ, ഈ ഒരു പോസ്റ്റിന് കണ്ടില്ലേ ലൈക്ക് ചെയ്യാൻ വന്നത്, ഇതിനെന്തില്ല, ടെലഗ്രാമിൽ ലിങ്ക് ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ കിട്ടില്ല, ഇത് ടെലഗ്രാമിൽ നിന്ന് പോയത് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴായാലും ചെക്ക് ചെയ്യണേ ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ബ്രൗസറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആ ലിങ്ക് നിങ്ങൾ URL പോയിട്ട് എന്ത് ചെയ്യുക, അടിച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ടോപ്പിക്ക് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാവരും പോസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഞാനതൊക്കെ ഗ്രൂപ്പിൽ പറയാം. ആ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ടൈമിൽ എന്ത് ചെയ്യും, എല്ലാവരും ആ ഓരോരോ ടൈം ഫ്രെയിമിലും എല്ലാവരും പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇന്ന ടൈം കൊടുക്കാം. ആ സമയത്തിന് എന്ത് ചെയ്യുക, എല്ലാ പ്രോജക്റ്റിലും കൂടി സപ്പോർട്ട് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് കമൻറ്റ് ഇടാനുള്ള ആൾക്കാർ ആ കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ കൊടുക്കാം. അല്ലാതെ LFG എന്നുള്ള കമൻറ്റ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ അക്കൗണ്ടുകൾ നമ്മൾ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടുത്തുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അവരെ ബാൻ ചെയ്ത് വിടും ഈ ഗ്രൂപ്പിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് ആയാലും, ഇപ്പം ഞാൻ ഫാം ചെയ്യുന്നത് ബ്ലസ്സിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ബ്ലസ്സിനെ കുറിച്ചുള്ള മാത്രം പോസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ പ്രൊജക്റ്റിൽ ഇടാൻ പറയുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു 1-2 പ്രൊജക്റ്റുകൾ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക. അല്ലാതെ ഒരു സമയം തന്നെ 5-10 പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എത്താൻ പോലുള്ള. അപ്പോൾ മാക്സിമം 1 or 2 ഇതാണ് മാക്സിമം പറയുന്നത്. ഇതിന് മേലെ പ്രൊജക്റ്റുകൾ ഒരു അക്കൗണ്ടിൽ എടുക്കാണ്ടിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കുക. അതിനർത്ഥം നിങ്ങൾ ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ മാത്രമല്ല ഇടാൻ പറയുന്നത്, ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടൻസുകൾ. ഇപ്പോൾ വൈറ്റാലിക് ബ്യൂട്ടിന് ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ മാഗസിന് ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ വല്ല ഫൗണ്ടേഴ്സ് വല്ല പോസ്റ്റ് ഇട്ടു, ക്രിപ്റ്റോയുടെ വലിയ ആളുകൾ പോസ്റ്റ് ഇല്ല, അതൊക്കെ എന്ത് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, അതിലൊക്കെ എന്ത് പോയി കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് വളരുള്ളൂ. അല്ലാതെ ഈ കാണുന്ന പ്രൊജക്റ്റിൽ മാത്രം കമൻറ്റ് ചെയ്തുകൊണ്ട് ഇട്ടിരുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും വളരാൻ പോകില്ല. അത് നിങ്ങൾ കയറ്റുവിന് റെക്കഗ്നേഷൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ എല്ലാ അക്കൗണ്ടിലും പ്രൊജക്റ്റുകളുടെ എല്ലാ അക്കൗണ്ടിലും പോയിട്ട്, പ്രൊജക്റ്റിന് മാത്രമല്ല, പ്രൊജക്റ്റ് പ്ലസ് ക്രിപ്റ്റോ റിലേറ്റഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്രിപ്റ്റോ റിലേറ്റഡുള്ള എല്ലാ അക്കൗണ്ട്സിലും പോയിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള റെലവൻസ് കമൻറ്റ്സ് ഇടുക. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള, ഇപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യൽ അഡ്വൈസിനെ അതിനെക്കുറിച്ചുള്ള പഠിച്ചതിന് ശേഷം അതൊക്കെ എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് ഇടാൻ നോക്കുക. ഇത് വളരെയധികം തെറ്റായിട്ട് ബാധിക്കും, കുറേ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള കാര്യം മനസ്സിലാക്കുക. എന്ത് ചെയ്യും, ഒരുപാട് റെക്കഗ്നേഷൻ നിങ്ങളുടെ പ്രൊജക്റ്റിന് കിട്ടും. അത് മൈൻഡ് ഷെയറിൽ കയറി വരികയും ചെയ്യും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതുപോലെ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചിലപ്പോൾ 100 ആൾക്കാരിൽ ചിലപ്പോൾ 50 ആൾക്കാരും ഡിസ്റ്റിൻറ്റ് പ്രൊജക്റ്റ് ആയിരിക്കും. ഒരാൾ 10 ആൾക്കാർ അനോമ് ചെയ്യണ്ടാവും, 5 ആൾക്കാർ ബ്ലസ് ചെയ്യണ്ടാവും, 3 ആൾക്കാർ ചിലപ്പോൾ ആർബിട്ടൺ ചെയ്യണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. എല്ലാവരും പ്രൊജക്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടിങ് കുറവാണ് എന്ത് ചെയ്യും, അവർ ആ ഗ്രൂപ്പിൽ നിന്ന് പിടിച്ച് റിമൂവ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടി സെപ്പറേറ്റഡ് ഗ്രൂപ്പാണ്. ഇതിനർത്ഥം ടെസ്റ്റ് നെറ്റ് ഫുള്ളി സ്റ്റോപ്പ് ആക്കാന്നല്ലാത്ത ടെസ്റ്റ് നെറ്റ് അതേ ലെങ്ത്തിൽ തന്നെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. കാരണം എല്ലാ പ്രൊജക്റ്റുകളും കൈറ്റൂല് വരില്ല, കുറച്ച് പ്രൊജക്റ്റുകൾ മാത്രമേ കൈറ്റൂല് വരുള്ളൂ. അപ്പോൾ ടെസ്റ്റ് നെറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റും. പ്ലസ് അതിൻ്റെ ഒപ്പം കയറ്റുകൂടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാം. അതുപോലെ തന്നെ ലിങ്ക് ഇടുമ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. കൈറ്റോയിൽ നല്ലൊരു പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കുക. 1-2 പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം മൈൻഡ് ഷെയർ ഒക്കെ കയറണം നോക്കുക, യാപ്പല്ലിയുടെ പോലെ കയറണം നോക്കുക, നിങ്ങളുടെ അക്കൗണ്ട് വരണം നോക്കുക, അതുപോലെ സ്റ്റാറ്റസ് നോക്കുക. നല്ല റെലവൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ 1-2 പ്രൊജക്റ്റ് പോസ്റ്റ് മാക്സിമം പെർ ഡേ, മാക്സിമം 3, അതിന് മേലേക്ക് പോകരുത്. ചറപുറ പോസ്റ്റ് ഇടരുത്. പക്ഷേ റീപോസ്റ്റിങ്, കമൻറ്റ്, അതുപോലെ തന്നെ ബുക്ക് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അക്കൗണ്ടുകൾ ഒരുപാട് പോസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുത്താൻ നോക്കുക. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളും റിപ്ലൈസും കുറേ കൊടുത്ത് നല്ല രീതിയിൽ വെക്കാൻ നോക്കുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരുകൾ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ ഒരു ദിവസം 10-200 കമൻറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രീമിയം അക്കൗണ്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫണ്ട് ഉണ്ടെങ്കിൽ പ്രീമിയം അക്കൗണ്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പാം ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരിക. നമ്മൾ സെപ്പറേറ്റ് ഒരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്യാം കൈറ്റോയ്ക്ക് വേണ്ടിയിട്ട്, കൈറ്റോ ഫാമിന് വേണ്ടിയിട്ട്. അതുപോലെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല നല്ല സ്മാർട്ട് ഫോളോവേഴ്സിന് കിട്ടുന്ന അക്കൗണ്ടുകൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ, ഞാൻ പിന്നെ ഒരു കാര്യം എക്സ്പ്ലനേഷൻ പറയുകയാണ്, നിങ്ങളുടെ പ്രൊഫൈലിലൊന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര് കൊടുക്കാൻ നിൽക്കണ്ട. അതായത് ക്രിപ്റ്റോ മങ്കി കമ്മ്യൂണിറ്റി, ഐ ആം ഫ്രം ക്രിപ്റ്റോ മങ്കി കമ്മ്യൂണിറ്റി, ക്രിപ്റ്റോ മങ്കി റെലം, അങ്ങനെയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മൾ ഗ്രൂപ്പ് ഫാമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഫാമിംഗ് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര് കണ്ടു കഴിഞ്ഞാൽ പെടാനുള്ള ചാൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നിട്ടും
അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാക്സിമം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര് മാറ്റുക. എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ പ്രൊമോഷൻ കിട്ടും. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 200 ആൾക്കാരുള്ളതിനും കൂടി നമുക്ക് ഒരു കുഴപ്പമില്ല, 10 ആൾക്കാരുള്ളതിനും കൂടിയും അതും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ അൾട്ടിമേറ്റ് വേണമെന്നില്ല, ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ള അൾട്ടിമേറ്റ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു റെവന്യൂ CM ക്രിപ്റ്റോ മങ്കി എന്നുള്ള കമ്മ്യൂണിറ്റി നിങ്ങളുടെ പ്രൊഫൈൽ കൊടുക്കാതിരിക്കുക. നിങ്ങളുടേതായ ഒരു യുണീക്ക് ഐഡന്റിറ്റി എക്സിൽ ക്രിയേറ്റ് ആണ് നോക്കുക. ഒരു പ്രത്യേകമായിട്ടുള്ള മാസ്കറ്റോ എന്തെങ്കിലും ജീവികൾ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാരക്ടറിനെ വെച്ചിട്ടോ സൂപ്പർമാനോ അങ്ങനെയുള്ള ക്യാരക്ടർ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു മാസ്കറ്റ് ഉണ്ടാക്കി നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം എല്ലാ അക്കൗണ്ടുകളും എന്ത് ചെയ്യാം അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കയറ്റിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് 80% ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് ഇതിനുള്ള എല്ലാ ഓരോ സ്ഥലങ്ങളും ഞാൻ അത്യാവശ്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണ് വിചാരിക്കുന്നത്. എയർ ഡ്രോപ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഡ്രോപ്പ് വന്നാൽ കിട്ടിയാൽ മാത്രമേ അവിടെ നോക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. ഓരോ സ്ഥലത്ത് നോക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്യുക, ഇതിനെക്കുറിച്ച് പഠിക്കുക, നല്ല രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ട് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.